പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന സുഹൃത്ത് അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ചുകൊണ്ടാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ കേട്ടറിവ് എന്ന് ഞാൻ പറഞ്ഞത് കേരളത്തിലെ നവോത്ഥാന നായകന്മാരെ സന്യാസിവര്യന്മാരായി ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ച് കേരളത്തിലെ പ്രമുഖനായ ഒരു മാർക്സിസ്റ്റ് പണ്ഡിതനായ പി ഗോവിന്ദപിള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഞാൻ കുറേ മുമ്പ് അത് വായിച്ചിരുന്നു. ഏതാണ്ട് 2 ഡസനോളം വരുന്ന നവോത്ഥാന നായകന്മാരെ സംബന്ധിച്ചിടത്തോളം അതിൽ പരാമർശിച്ചിരുന്നു. അത് തീർത്തും വ്യത്യസ്തനായൊരു ഒരു സന്യാസി വര്യൻ എന്നതിനപ്പുറത്ത് ദൈവവിശ്വാസവും അതേപോലെ തന്നെ വളരെ തെറ്റായ ആചാര അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെതിരായി അതിശക്തമായ തൻ്റെ ആശയങ്ങൾ കൊണ്ട് നേരിടുന്ന അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളെയാണ് വളരെ ചെറിയ തോതിൽ തന്നെ ആ പുസ്തകത്തിൽ പരാമർശിച്ചത്. അതിലിന്ന് ഞാനൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചത്, ഇന്ന് കേരളത്തിലെ വളരെ ചെലവേറിയിട്ടുള്ള ഒരു സാമൂഹ്യ ആചാരമാണ് നമ്മുടെ വിവാഹം. ആ വിവാഹത്തിന് വേണ്ടി ഇതിൽ സൂചിപ്പിക്കും, വിവാഹത്തിൻ്റെ ചെലവ് വലിയ തോതിലേക്ക് കുറയ്ക്കണം. ആ കുറയ്ക്കണമെന്ന് മാത്രമല്ല, അതിലൊരു കേരളത്തിലെയും കേരളത്തിന് പുറത്തും വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം, അതിൻ്റെ പേര് പറയുന്നത് ശരിയല്ല, ആ അമ്പലം ഉൾപ്പെടെയുള്ള ആരാധനാലയം ഉൾപ്പെടെയുള്ള അങ്ങനെയുള്ള ആരാധനാലയങ്ങളിൽ താലികെട്ടിന് വേണ്ടി നമ്മുടെ ദമ്പതികളെ ആനയിക്കുന്നത്, കൊണ്ടുപോകുന്നത് ഉൾപ്പെടെയുള്ള അനാചാരങ്ങൾ അവസാനിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചു. അപ്പം അത്തരത്തിലുള്ള ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും
പോകുന്നതിന് വേണ്ടി അർഹനല്ല എന്ന് പഠിച്ചു വരുന്നു. അതുകൊണ്ട് ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നടന്നിട്ടുള്ള എല്ലാ അവതരണത്തിലും അതേപോലെ തന്നെ പ്രസംഗങ്ങളിലും നമ്മുടെ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ ഇത്തരം ഒരു ദർശനത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുവായ പുരോഗതി. കേരളത്തിൽ ഈ നവോത്ഥാനം തന്നെ ആ രൂപത്തിലേക്ക് നവോത്ഥാന നായകന്മാർ കേരളത്തിൽ പലയിടത്തും ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള നവോത്ഥാന നായകന്മാരുടെ ഒരു ഉയർത്തുണ്ട്. ഇതിനൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ദേശീയ രംഗത്തിലൊരു സാമൂഹ്യ പശ്ചാത്തലം, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പ്, അതേപോലെ തന്നെ സർവദേശീയ അടിസ്ഥാനത്തിൽ ഏതാണ്ട് നമ്മുടെ സംസ്ഥാനത്തെ അതേപോലെ തന്നെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിലേക്ക് ഇരുട്ട് മൂടിക്കൊണ്ട് വരുന്നൊരു സന്ദർഭത്തിൽ അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി പ്രകാശവുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ഈ സ്വാമിയുടെ ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ദർശനങ്ങളും അതുൾപ്പെടെയുള്ള സമകാലീനരായിട്ടുള്ള ആ ദർശനങ്ങളെ വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു സന്ദർഭമാണിത്. മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ കാര്യത്തിന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മളെല്ലാം മുൻകൈയെടുക്കും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ തീരുമാനങ്ങൾ, ആ ദർശനങ്ങളെ, നടപടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പരിശ്രമത്തിലും എൻ്റേതായ പങ്ക് നിർവഹിക്കുമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.